കേരള PSC ക്വസ്റ്റ്യൻ പേപ്പർ 117/2025 എന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം ഏതാണ്? ഓപ്ഷൻസ്: ക്വിറ്റ് ഇന്ത്യ സമരം, ചമ്പാരൻ സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, നിസ്സഹകരണ സമരം. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, നിസ്സഹകരണ സമരം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ആദ്യത്തെ ബഹുജന സമരം നിസ്സഹകരണ സമരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? റൗലത്ത് നിയമവുമായി ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻസ്: ഏതൊരു ഇന്ത്യക്കാരനെയും വാറന്റ് ഇല്ലാതെ അറസ്റ്റ് ചെയ്യാം, പ്രത്യേക കോടതികളിൽ രഹസ്യ വിചാരണ നടത്താം, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം, വിചാരണ കൂടാതെ തടവിലിടാം. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, കോടതി വിധിക്കെതിരെ അപ്പീൽ സ്വീകരിക്കാം എന്നുള്ളത് തെറ്റായ ഉത്തരമാണ്. ബന്ധപ്പെടാത്ത പ്രസ്താവന ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൂന സന്ധി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻസ്: ലാലാ ലജ്പത് റായ്, ബിപിൻ ചന്ദ്രപാൽ, ജവഹർലാൽ നെഹ്റു, ഡോക്ടർ BR അംബേദ്കർ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി, BR അംബേദ്കർ ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. പൂന സന്ധി ഡോക്ടർ BR അംബേദ്കറും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഓപ്ഷൻസ്: കസ്തൂർബ ഗാന്ധി, അരുണ അസഫ് അലി, ക്യാപ്റ്റൻ ലക്ഷ്മി, സരോജിനി നായിഡു. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, അരുണ അസഫ് അലി. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് അരുണ അസഫ് അലി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ 5. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ്? ഓപ്ഷൻസ്: രവീന്ദ്രനാഥ ടാഗോർ, ലാൽ ബഹദൂർ ശാസ്ത്രി, സുഭാഷ് ചന്ദ്രബോസ്, ബാലഗംഗാധര തിലക്. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. സുഭാഷ് ചന്ദ്രബോസിൻ്റെ സംഭാവനയാണ് ജയ് ഹിന്ദ്. സുഭാഷ് ചന്ദ്രബോസിൻ്റെ ഫേമസ് ആയിട്ടുള്ള മറ്റ് സംഭാവനകളാണ്, മറ്റ് മുദ്രാവാക്യങ്ങളാണ് ജയ് ഹിന്ദ്, ദില്ലി ചലോ, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. താഴെ തന്നിരിക്കുന്ന സൂചനകൾ വായിച്ച് അവ ഏത് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് കണ്ടെത്തുക. സൂചനകൾ: കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. കേന്ദ്രത്തിനും അന്നത്തെ പ്രവിശ്യകൾക്കുമായി അധികാരം വിഭജിച്ചു. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. 321 വിഭാഗങ്ങളും 10 പട്ടികകളും. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ എന്നിവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആക്ട്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്, വെർണാക്കുലർ പ്രസ് ആക്ട്. റൈറ്റ് ആൻസർ ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട്. ഓപ്ഷൻ സി, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് റൈറ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ്: നിർമ്മാണ കാലയളവ് 2 വർഷം 11 മാസം 17 ദിവസം. നിർമ്മാണ കാലയളവ് 2 വർഷവും 11 മാസവും 17 ദിവസവും. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. റൈറ്റ് ആൻസർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ജവഹർലാൽ നെഹ്റു എന്നുള്ളത് തെറ്റായിട്ടുള്ള ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ചെറു ഭരണഘടന എന്നറിയപ്പെടുന്ന ഭരണഘടനാ ഭേദഗതി. ആർട്ടിക്കിൾ 32, അമെൻമെൻറ്റ് 32, അമെൻമെൻറ്റ് 23, അമെൻമെൻറ്റ് 41, അമെൻമെൻറ്റ്
42. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി. 42ാം ഭരണഘടനാ ഭേദഗതിയാണ് ചെറു ഭരണഘടന അല്ലെങ്കിൽ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? ഓപ്ഷൻസ്: ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി, പാർലമെൻറ്റ്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി, പാർലമെൻറ്റ്. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം പാർലമെൻറ്റിൽ നിക്ഷിപ്തമായിരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഓപ്ഷൻസ്: ജനങ്ങളുടെ പരമാധികാരം, മൗലിക കടമകൾ, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി, മൗലിക കടമകൾ, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.